ചായ നിങ്ങളുണ്ടായി കൊടുത്താ മതി. തന്തയുടെ ഒരു സ്നേഹം കാട്ടില് സൽക്കാരം ഞാനൊന്നും പറയണില്ല. അച്ഛനാണ്. ഇവിടെ അകത്ത് ആരും ചെരുപ്പിടാറില്ല. ഓ സോറി. ഇതില് കുട്ടിമാമയുണ്ട്. ദാ ഫന്നി. പപ്പയുടെ അന്നത്തെ ഹെയർ സ്റ്റൈല് റിയലി ഫന്നി. ഇത് മച്ച. മീനിങ് വാട്ട്? അകത്തെന്താ? ഭഗവതിയെ കുടിവെച്ചിട്ടുണ്ടെന്നാ വിശ്വാസം. കടക്കരുത്. സോറി. എല്ലാം തീണ്ടി നാശാക്കാൻ വന്നാവും. നിനക്ക് ഇത്ര വിവരമില്ലാണ്ടല്ലോ. അപ്പേട്ട ഇത് അറിയാം. കണ്ട മാപ്പിളയ്ക്കും നസ്രാണിക്കും കയറാനുള്ളല്ലേ സ്ഥലം. സോറി. ഐ എം സോറി. മാറണം. ഇനി നമ്പൂരെ വിളിച്ചൊന്ന് പുണ്യാൻ തളിപ്പിക്കണം. ചേച്ചിക്ക് തോർത്തുകൊണ്ട് വേണോ? ഞാൻ കിടക്കുന്ന മുറിയാ, പക്ഷെ ഇന്ന് ചേച്ചി കിടന്നോളൂ. അപ്പേട്ട ഞാൻ അകത്ത് കടന്നില്ല. ചിലർക്ക് വിശ്വാസം ഉണ്ടാവില്ല. എന്തിനാ അന്യജാതിക്കാരെ പറയണേ? ഇവിടെ തന്നെ പലർക്കും വിശ്വാസമില്ല. ഞാൻ കുട്ടിക്കാലത്ത് പപ്പയുടെ കൂടി ക്ഷേത്രത്തിലും പോയിട്ടുണ്ട്. ക്രിസ്ത്യാനി ആയതുകൊണ്ടല്ല, സ്ത്രീകൾ ആരും അതിനകത്ത് കയറാൻ പാടില്ല. ഭഗവതി എന്ന് പറഞ്ഞ സ്ത്രീയല്ലേ? അതൊക്കെ ചില ആചാരങ്ങളാണ്. ചോറ് കൊണ്ടുവന്ന് തന്ന അമ്മയാണ് മച്ചിനകത്ത്. അത് വിചാരിച്ചാ എനിക്ക് ഇന്നും കോരിത്തരിക്കും. ഓ ഫാന്റാസ്റ്റിക്, റിയലി ഫാന്റാസ്റ്റിക്. പരിഹസിക്കണ്ട. ഞാൻ പരിഹസിച്ചതല്ല. വളരെ മുമ്പ് ഇവിടെ ഒരു സ്ത്രീയും കുട്ടികളും മാത്രമായിരുന്നപ്പോ ഒരു ദിവസം കരിമ്പട്ടിണി. രാത്രി ആരോ വാതിൽ മുട്ടി വിളിക്കുന്ന ശബ്ദം കേട്ടു. ഇതകത്തേക്ക് വെച്ചോളൂ, കുട്ടികൾക്ക് കൊടുത്തോളൂ എന്ന് പറഞ്ഞ് ഒരു ചെമ്പ് ചോറ്. ആളെ പിന്നെ കണ്ടില്ല. മച്ചിന്റെ വാതിൽ തുറക്കണ ശബ്ദം മാത്രമേ കേട്ടുള്ളൂ. ചോറ് കൊണ്ടുവന്ന് തന്ന അമ്മയാണ് മച്ചിനകത്ത്. നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നും. നോനോ, വിശക്കുന്നവർക്ക് ചോറെത്തിക്കുന്ന ദൈവത്തെ ആരും പ്രാർത്ഥിക്കും. ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെട്ടതില് ഒന്നും തോന്നണ്ട. മച്ചില് കഴുകലും വിളക്ക് കത്തിക്കലും ഒക്കെ ഞാനാ. ഓ ഒറ്റയ്ക്കാ ബോംബെന്ന് വന്ന്? കുട്ടിയുടെ പഠിപ്പൊക്കെ കഴിഞ്ഞോ? പണിക്ക് പോണുണ്ടോ? ഒന്നും സ്ഥിരമായിട്ടില്ല. 2-3 സ്ഥലത്ത് ജോലി ചെയ്തു. ഷോർട്ട് ടൈം വേക്കൻസീസ്. കുറച്ചു ദിവസത്തെ ഒഴിവില്. ഞങ്ങളുടെ മലയാളം തന്നെ പറയുന്നു വിചാരിച്ചില്ല. പപ്പയ്ക്ക് അത് നിർബന്ധമായിരുന്നു. മമ്മി ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴും പപ്പ മലയാളത്തിലേ പറയൂ. പാവം പപ്പ. കുട്ടിമാമ വരുന്നു കത്ത് വന്നാൽ എന്റെ ചെറുപ്പകാലത്ത് ഇവിടെ ഉത്സവം പറഞ്ഞ പോലെ ആയിരുന്നു. പിന്നെ അറിയാം, അച്ഛൻ പുറത്താക്കിയ ഇൻസിഡന്റും പപ്പ പറഞ്ഞിട്ടുണ്ട്. ചേച്ചി ഉണ്ണാ വിളിക്കുന്നു. ഇവിടെ പച്ചക്കറി മാത്രമേ വെക്കൂ. ഇറച്ചിയും മീനും ഒന്നും പതിവില്ല. ഓ അതിനെന്താ? ഞാനിവിടെ താമസിച്ച എന്നെ കൊണ്ടൊരു ശല്യം അവരുത് ആർക്കും. ഏയ്, എന്ത് ശല്യം? ഞാൻ വല്ല തെറ്റും ചെയ്താ മനഃപൂർവ്വമില്ലെന്ന് വിചാരിച്ച് മാപ്പ് തരണം അപ്പേട്ട. വന്ന് കേറിയപ്പോ തന്നെ എന്റെ വക ശകാരം കിട്ടിയല്ലേ? അത് ഒന്നും തോന്നരുത്. അമ്പല കമ്മിറ്റിയുടെ ഓരോ പണികളായിട്ട് രാവിലെ ഇറങ്ങിയതാ. ഭഗവതിയുടെ കാര്യമാകുമ്പോ തുടങ്ങുന്ന ഇവിടുന്ന് ആവണല്ലോ. വിഗ്രഹം സ്വർണം പൊതിയാൻ തന്നെ നിശ്ചയിച്ചു. നന്നായി. പ്രശ്നത്തിൽ കാണുന്നതാണ്. കാര്യമായിട്ടുള്ളൊരു സംഭാവന ഇവിടുന്ന് തന്നെ വേണ്ടിവരും. ദാനാർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടത് ഈ വയ്യാത്ത കാലത്ത് തന്നെയാണ്. അല്ല, കഷ്ടപ്പെടാണ്ട് പോണ്ടേ? അല്ല ഒഴുകി വയ്യാത്ത കാലായിന്ന് നീയാ നിശ്ചയിക്കാൻ? അല്ല, കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഇപ്പോഴും ഇവിടുന്ന. ഞങ്ങൾ ഓടി നടന്ന് പറയണവരൊക്കെ ചെയ്തോളാം. 60 പവൻ സ്വർണം വേണമെന്നാ കണക്ക്. ആദ്യം നാട്ടുകാരുടെ പിരിവെടുക്ക. തികയാതെ വരണത്
എന്താണെന്ന് നോക്കാം. ഊണ് കഴിഞ്ഞ എനിക്കൊന്ന് മയങ്ങണം. പേരക്കുട്ടി വിരുന്ന് വന്നിരിക്കുന്നത് കേട്ടല്ലോ. നമ്മുടെ സ്വജനാണോ അതോ 4-ാം വയസ്സ് പെടുവോ? നിന്റെ തന്തയുടെ 16-ാം വേദം. ഞങ്ങൾ പിന്നെ വരാം. വരൂ. ഉണ്ടോ? ഇവിടുത്തെ ചോറും കൂട്ടാനും നിങ്ങൾക്കൊക്കെ പിടിക്കുവോ? അവിടെ അമ്മമ്മയുടെ പണ്ടങ്ങൾ ചേച്ചിക്ക് കാണിച്ചു കൊടുക്കട്ടെ മുത്തശ്ശ? അതിലെത്ര ആൾക്കാരിപ്പോ നോട്ടം? അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ല. ഹായ് മനിൽ. ഹലോ, ഞാൻ മിറണ്ട അല്ലേ? വെറുതെ തെക്കും മടക്കും നടക്കുന്ന നേരത്ത് അവനവന്റെ പറമ്പിലോ പാടത്തോ ഒന്ന് നോക്കുക. അത് ചെയ്യില്ല. അതിന് അപ്പോട്ടുണ്ടല്ലോ. ഉണ്ട്. എല്ലാ പണിയും പേറാൻ അങ്ങനെ ഒരു പോത്തിനെ കിട്ടിയിട്ടുണ്ടല്ലോ. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ നടന്നാൽ എന്താ? താക്കോലിങ്ങ. നിന്റെ അച്ഛന്റെ കൊട്ട ശരിക്കും നടക്കുന്നുണ്ടല്ലോ. അത് ഇടയ്ക്ക് കേട്ടാലേ എനിക്കിപ്പോ ഉറക്കം വരുമെന്നായിട്ടുണ്ട്. പക്ഷെ ഈ ഉച്ച നേരത്ത് വേണ്ട. അനിലെ ഉണ്ണുന്നില്ലേ? വേണ്ടാന്ന്. അവൻ എവിടുന്നോ കഴിച്ചു അത്രേ. സിംഗപ്പൂരിൽ നിന്ന് ഡോക്ടറും ഭാര്യ എന്നത്ര വരണ? അറിയില്ല. വാസന്തി എന്നോട് പോണതല്ലേ, അവളോട് ചോദിക്കേ. ജയനെ ഞാൻ കുട്ടിക്കാലത്ത് കണ്ടതാ. അവന്റെ ജാതകം ഇവിടെ വല്യമ്മയുടെ കയ്യിലുണ്ടോ ആവോ? നമുക്കൊന്ന് നോക്കിക്കായിരുന്നു ഡോക്ടർ വരുന്നതിന് മുമ്പേ. ഡോക്ടർ ഒന്നും അല്ല അയാള്, ഏതോ എസ്റ്റേറ്റിലെ കമ്പൗണ്ടറാ. ഇനി നിങ്ങളത് കൊട്ടിക്കൊഴിച്ചോളിൻ. എന്തായാലും എന്താ, ഈ കണ്ട സ്വത്തൊക്കെ ഉണ്ടാക്കിയത് അവിടെ പണിയെടുത്തിട്ടല്ലേ. ആൺകുട്ടിയായിട്ട് ജയം മാത്രം. നമുക്ക് അതല്ലേ അറിയണ്ടു. അവിടങ്ങളിലൊക്കെ കമ്പൗണ്ടർമാർ കുറേ സർവീസായ ഡോക്ടർ ആവുമായിരിക്കും ഇല്ലേ? ആവണം. എനിക്ക് വിവരം പോരാ. ആവും. അമ്മയുടെ പണ്ടങ്ങളിൽ നിന്ന് കുറച്ച് വല്ലതും തന്ന വാസന്തിക്ക് നേരത്തെ കഴുത്തിലേക്കും കാതിലേക്കും പുതിയ വല്ലതും ഉണ്ടാക്കിക്കായിരുന്നു. സിംഗപ്പൂരൊക്കെ പോകുമ്പം അതിന്റെ ഫാഷനിലൊക്കെ വേണ്ടേ? പെട്ടിയുടെ താക്കോല് ഇടുപ്പിൽ വെച്ച് നടക്കുന്നുണ്ടല്ലോ കാർക്കോടയൻ. പറഞ്ഞോ? അച്ഛന് ചുണ്ടിണ്ടെന്നേ ഉള്ളൂ. കുട്ടികളുടെ കാര്യത്തിൽ വേണ്ടത് ചെയ്യാണ്ടിരിക്കില്ല. ഒരു കുട്ടിക്കും കൂടി പങ്കിടേണ്ടി വരും. അത് പറഞ്ഞോ? ജയം വരുമ്പോ കുറെ നല്ല ടൈപ്സ് കൊണ്ടുവരാൻ എഴുതും. ഏട്ടൻ എഴുതിക്കൂടെ? രമയോട് പറ. വുഡ്ബിയാണ് കക്ഷി. ഓ, ഒരു വെഡിങ് കാണാലോ. ഇവരോരോന്ന് പറയുന്നുണ്ട്. ഞാൻ ആളെ കണ്ടിട്ടും കൂടി ഇല്ല. അത് പറഞ്ഞ ഇവിടെ ആരും കണ്ടിട്ടില്ല. അതാ തമാശ. പിന്നെങ്ങനെ? കാണാത്ത ഒരാളെ എങ്ങനെ ഫിക്സ് ചെയ്യുന്നത്? നോൺസെൻസ്. ദിസ് ഈസ് മംഗലപ്പടി വില്ലേജ്, നോട്ട് യുവർ ബോംബെ. ഐ ഹേറ്റ് ബോംബെ. അവിടുന്ന് രക്ഷപ്പെടാൻ ഹോവാർഡ് ജോൺസൺ ഇഷ്ടമാണോ? വേണ്ട. ശങ്കരാഭരണുണ്ടോ കളക്ഷനില്? യു മീൻ ആ ഭാഗവതർ മോഡൽ തരുന്നന കേട്ടിരിക്കാൻ പറ്റുമോ നിങ്ങൾക്കൊക്കെ? വൈ നോട്ട്? ഞാൻ അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ ഒന്നുമല്ലല്ലോ ജനിച്ചു വളർന്നത്. ഇപ്പൊ കർണാട്ടിക് അറിയുമെന്ന് നടിക്കുന്നതും ഒരു വലിയ ഫാഷൻ ആയിട്ടുണ്ടല്ലേ? ചിലർക്ക്. പഠിക്കുന്നുണ്ടോ? ഇവൾ ഈർന്നു മുറിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ഇതാണോ ശങ്കരാഭരണം? അല്ല, ഹംസധ്വനി. പപ്പ നിർബന്ധിച്ചപ്പോ ഞാനും 4 കൊല്ലം ഇരുന്നു കൊടുത്തു. പാവം പപ്പ. പപ്പയ്ക്ക് എന്തെല്ലാം കമ്പങ്ങളായിരുന്നു. ചീത്താക്കിയത് 5 കതിനാവടിക്ക. 4 കേട്ടുള്ളൂ കുമാരാ. ആര് പറഞ്ഞു? 2 ഒരുമിച്ച് പൊട്ടിയിട്ടുണ്ടാവും. അതിന് പിശിക്ക് ലാഭം ഉണ്ടാക്കണോടൂ. ഒരു വഴിപാടല്ലേ. താൻ എന്തു പറഞ്ഞാലും 4 പൊട്ടിയിട്ടുള്ളൂ. വേണമെങ്കിലേ കുച്ച എണ്ണി നോക്കിക്കോളൂ. ഭഗവതി ശരിക്കും 5 പൊട്ടി കേട്ടിട്ടുണ്ടാവും. അതുപോലെ വരിക വരിക. കോള് വന്നിട്ടുണ്ടല്ലോ വീട്ടില്. എങ്ങനെ സാധനം ഇവിടെ? അസാധ്യം മുതലാ. ഇടുക്കി സ്പെഷ്യല്.
സ്കൂൾ പിള്ളേർക്ക് കൊടുക്കുന്നത് സാധാ അട്ടപ്പാടിയാ, നിനക്ക് സ്പെഷ്യലാ. പഴയ ബാക്കി താൻ എനിക്ക് ഇങ്ങോട്ട് എന്തോ തരാനുണ്ട്. ആ അതിനെ അനിൽമോനെ, നീ പരീക്ഷ നന്നാവാൻ അന്നേ 5 കഥയിലൂടെ വെച്ചില്ലേ? എടോ 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 ഇവിടെ വരൂ, ഇവിടെ വരൂ, ഇവിടെ വരൂ. ക്രിസ്ത്യാനി ആണെങ്കിലും ആളെങ്ങനെ? ഓ ഞാൻ മിണ്ടാൻ പോയില്ല, അവിടെയുണ്ട്. അത് പറ്റില്ല, അമ്മാവന്റെ മോളല്ലടോ, അതിലൊരു അവകാശമില്ലേ? വിഷിച്ചാൽ വിത്തുടാനും അമ്മാവന്റെ മോളെ സംബന്ധം. ശിവ ശിവ ശിവ. കദീന വെടി വഴിപാട്, കദീന വെടി വഴിപാട്, കദീന വെടി വഴിപാട്, അവസാന ഏകം പാത, കദീന വെടി വഴിപാട്.